നമസ്കാരം സർ. നമസ്കാരം പ്രിയൻ. സർ, ഇപ്പോ ചർച്ച പരാജയപ്പെട്ടതോടുകൂടി ഇറാനും അമേരിക്കയും വീണ്ടും യുദ്ധത്തിന്റെ സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ്. ശരിക്കും ഇനി യുദ്ധമായിരിക്കുമോ നടക്കാൻ പോകുന്നത്? അത് പ്രിയൻ, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വളരെ കോപാകുലനായിട്ടിരിക്കുകയാണ്. അതെ, അദ്ദേഹം ഇന്നിപ്പോ രാത്രി ഇന്ത്യൻ സമയം വൈകുന്നേരം 7:30 തൊട്ട് ഇറാനിലെ എല്ലാ തുറമുഖങ്ങൾക്ക് നേരെയും ബ്ലോക്കേഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരൊറ്റ തുറമുഖത്തിലേക്കും വിദേശത്തുനിന്ന് ഉള്ള കപ്പലുകളൊക്കെ പോവാൻ സമ്മതിക്കില്ല. അതുപോലെ ഇറാനിലെ തുറമുഖത്ത് നിന്നും കടലിലേക്ക് മറ്റ് കപ്പലുകൾ ഇറങ്ങാനും സമ്മതിക്കില്ല എന്നാണ് ഈ അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് പറഞ്ഞിരിക്കുന്നത്. ഒരു മാരിടൈം ബ്ലോക്കേഡ് എന്നാണ് അതിന് പറയുന്നത്. അപ്പൊ ഇത് എന്താ, ഈസ്റ്റേൺ ടൈം 10 മണിക്ക് തുടങ്ങി. രാവിലെ ഈസ്റ്റേൺ ടൈം 10 മണി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സമയം വൈകുന്നേരം 7:30 മണിക്കാണ്. അന്ന് ഈ അവര് പറയുന്നത് എന്താ, ഇവരെ ഒരു പാഠം പഠിപ്പിക്കുന്നതാണ് പറയുന്നത് ഇറാന്. അപ്പൊ ആ ടോണിൽ നിന്നും മനസ്സിലാക്കുന്നത് ട്രംപ് ദേഷ്യപ്പെട്ടിരിക്കുക എന്നാണ്. അപ്പൊ അദ്ദേഹം അവരുടെ ഒരു പ്രസ്താവന വന്നത് യുറേനിയം എൻറിച്ച്മെന്റ് സൗകര്യങ്ങള് ഫെസിലിറ്റീസും അതിൽ യുറേനിയം എൻറിച്ച്മെന്റ് പ്ലാൻ ഒക്കെ നിർത്തിവെച്ചോളണം. അതുപോലെ അവരുടെ എല്ലാ ന്യൂക്ലിയർ റിസർച്ച് ഫെസിലിറ്റീസും ഡിസ്മാന്റിൽ ചെയ്യണം, മാറ്റി അഴിച്ചുകൊണ്ട് പൊക്കോളണം. അവരെവിടെയാണോ എൻറിച്ചഡ് യുറേനിയം സൂക്ഷിച്ചിരിക്കുന്നത് അത് മുഴുവൻ റിട്രീവ് ചെയ്യണം. എന്നിട്ട് ഐക്യരാഷ്ട്രസഭയ്ക്കോ അതെവിടെയാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ കൊടുത്തോളണം. പിന്നെ വേറെ ഒന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിമാൻഡാണ് അവർ പറഞ്ഞിരിക്കുന്നത് അമേരിക്ക. ഹമാസ്, ഹെസ്ബുള്ള, ഹൂത്തീസ് തുടങ്ങിയ പ്രോക്സി ഗ്രൂപ്പുകളുണ്ട്. ഇവരാണ് ഇസ്രായേലിനെതിരെയും അമേരിക്കക്കെതിരെയും യുദ്ധം ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ഇസ്രായേലിനെ ആക്രമിക്കുന്ന ഈ 3 ഗ്രൂപ്പാണ്. മറ്റേ സിറിയ ബേസ്ഡിലൊക്കെ ആയിട്ടുള്ള, ലെബനൻ ബേസ്ഡ് ആയിട്ടുള്ളത് ഹമാസ്, ഹെസ്ബുള്ള, ഹൂത്തീസ്. അവർക്കുള്ള ഇറാനിയൻ സപ്പോർട്ട് ഉടനെ നിർത്തിക്കൊള്ളണം. ഓക്കെ. പിന്നെ അതുപോലെ ഈ ഹോർമുസ് സ്ട്രെയിറ്റ് ഒരു എന്താ ടോളും ഈടാക്കാതെ എല്ലാവർക്കും തുറന്നു കൊടുക്കണം എന്നുള്ളതാണ് അമേരിക്കയുടെ ഡിമാൻഡ്. അത് അവർക്ക് പറ്റൂല എന്ന് പറഞ്ഞിട്ടാണ് ഈ ചർച്ച പരാജയപ്പെടാനുള്ള കാരണം അത്ര. അപ്പൊ അവര് പറയുന്നുണ്ട് സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് എന്ന് പറയുന്നത് സാങ്കേതികമായിട്ട് പറഞ്ഞാല് അത് അടച്ചിട്ടിട്ടില്ല. ഈ ഇറാൻ സ്വന്തം ഇഷ്ടപ്രകാരം കപ്പലുകൾക്ക് ഹോർമസ് വഴി കടന്നു പോകാനായിട്ടുള്ള അനുമതി നൽകുന്നുണ്ട്. അതിനവര് ഈടാക്കുന്നത് ഒരു കപ്പലിന് $20 ലക്ഷം അവർ ഈടാക്കുന്നത്. ഇത് അനധികൃതമായിട്ടാണ് ഈടാക്കുന്നത്. അങ്ങനെ കൊടുക്കുന്ന കപ്പലുകൾക്ക് മാത്രമേ അവര് ഈ അനുമതി ഹോർമസ് സ്ട്രെയിറ്റ് കൂടി പോകാനായിട്ട് അനുമതി കൊടുക്കുന്നുള്ളൂ. ഇനി ഇപ്പോ എന്താ പറ്റണെന്ന് വെച്ചാൽ ഇതുവരെ സ്വന്തം രാജ്യത്ത് ഖനനം ചെയ്യുന്ന എണ്ണ, ക്രൂഡ് ഓയില് ഒരു റെസ്ട്രിക്റ്റും ഇല്ലാതെ ഈ സ്ട്രെയിറ്റ് വഴി, ഈ ഉൾക്കടൽ ഹോർമുസ് സ്ട്രെയിറ്റ് വഴി ഇറാന് കച്ചവടം നടത്താൻ സാധിക്കുമായിരുന്നു. ഇനിയിപ്പോ അത് നടക്കൂല. അപ്പൊ അതിന്റെ ക്വാണ്ടിറ്റി അറിയണമെങ്കിൽ 18.5 ലക്ഷം ബാരലാണ് മാർച്ച് മാസത്തിൽ മാത്രം അവര് ഓരോ ദിവസവും വിറ്റത്. അപ്പൊ കഴിഞ്ഞ 3 മാസം എന്ന് പറഞ്ഞാൽ ഡിസംബറിലും ജാനുവരിയിലും ഫെബ്രുവരിയിലായിട്ട് വിറ്റതിനേക്കാൾ ഒരു ദിവസം 1 ലക്ഷം ബാരൽ കൂടുതൽ വെച്ചിട്ടാണ് വിറ്റിരിക്കുന്നതെന്നാണ് കെപ്ലർ എന്ന് പറയുന്ന ഒരു എണ്ണ വിപണിയെ കുറിച്ച് പഠനം നടത്തുന്ന ഗവേഷണ കേന്ദ്രം പറയുന്നത്. അപ്പൊ ഈ അമേരിക്കയിലിപ്പോ ഈ തുറമുഖത്തേക്ക് ബ്ലോക്കേഡ് പ്രഖ്യാപിച്ച് കഴിഞ്ഞാൽ അതോടുകൂടി ഇറാൻ എന്തെങ്കിലും വരുമാനം ഉണ്ടെങ്കിൽ അതൊക്കെ നിന്നുപോകും. അതാ ഇപ്പൊ എന്തുകൊണ്ടാണ് US സ്ട്രെയിറ്റ് ഓഫ് ഹോർമസിൽ ഉപരോധം നടപ്പിലാക്കാഞ്ഞത് എന്ന് വെച്ചാൽ അവര് ആഗോള എണ്ണവില കൂടാനായിട്ട് അതിന് വഴിതെളിക്കും. അതിന് അമേരിക്കക്ക് അത്ര വലിയ താല്പര്യമില്ല. 2018 തൊട്ട് എംബാർഗോ ഉണ്ട് ഇറാന്റെ പുറത്ത് അമേരിക്കയുടെ. ഈ മറ്റേ അവര് ആ ന്യൂക്ലിയർ ഡീൽ തള്ളിക്കഴിഞ്ഞ അപ്പൊ തൊട്ട് അമേരിക്ക ഈ ഇറാന്റെ പുറത്തൊരു നിരോധനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോ ഈ നിരോധനം റദ്ദാക്കിയതോടുകൂടി 140 ദശലക്ഷം ബാരലാണ് എണ്ണ വിപണിയിൽ അധികമായിട്ട് എത്തിയത്. അപ്പൊ അത് എണ്ണ വില കുറച്ച് കുറയുകയൊക്കെ ഉണ്ടായി. അപ്പൊ ഇന്നിപ്പോ ഇന്നലെ രാത്രി, ഞായറാഴ്ച രാത്രി ഇപ്പോഴും അവിടെ ഞായറാഴ്ച രാത്രിയാണ് അദ്ദേഹം വിമാനത്തിൽ കയറാൻ നേരത്ത് ട്രംപ്
നമ്മുടെ പോപ്പിനെ കുറെ ചീത്ത വിളിച്ചിട്ടുണ്ട്. മിണ്ടാതിരുന്നോളാനാണ് പറഞ്ഞേക്കുന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് മിണ്ടരുത്. ഇയാൾക്ക് ഒരു വഴി അറിയാൻ പാടില്ല. വിദേശ നയത്തെ കുറിച്ച് എനിക്ക് എന്തറിയാന്നൊക്കെയാ ചോദിച്ചത്. അതുകൊണ്ട് അപകടകാരിയല്ലെന്ന് പറയണ പോപ്പിനെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പൊ ഈ പോപ്പ് ലിയോ 14 കഴിഞ്ഞ ആഴ്ച ട്രംപിനെയും പിന്നെ ഇസ്രായേലിനെയും ഈ ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ വളരെ ശക്തിയായിട്ട് വിമർശിച്ചിരുന്നു. അപ്പൊ തൊട്ട് നോക്കിയിരിക്കുകയാണ് ഈ നമ്മുടെ ട്രംപ് ഒരു ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. അദ്ദേഹം പറഞ്ഞു, ഈ ക്രൈം കണ്ടാൽ അത് വിമർശിക്കാൻ നട്ടലില്ലാത്ത മനുഷ്യനാണ് ഈ പോപ്പ്. ഇയാൾക്ക് വിദേശമായ അറിയാൻ പാടില്ല, ഇയാൾ മിണ്ടായിരുന്നുകൂടെ എന്നാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയെ കൂടി ചോദിച്ചിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, നാറ്റോ രാജ്യങ്ങളെ മൊത്തം, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ രാജ്യങ്ങളെ മൊത്തം ചീത്ത വിളിച്ചു. ഈ നിങ്ങൾക്കിനി എന്തെങ്കിലും ആക്രമണം നേരിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സ്വയം രക്ഷിച്ചോളാം, ഞങ്ങളെ പ്രതീക്ഷിക്കരുത്. കാരണം ഞങ്ങൾക്കൊരു ചെറിയൊരു ആവശ്യം നേരിട്ടപ്പോ നിങ്ങൾ ആരും ഞങ്ങളെ ഹെൽപ്പ് ചെയ്തില്ല. ഇനിയിപ്പോ നിങ്ങൾ സ്വയം തലയിൽ കൈ വെച്ചേച്ചാൽ മതി എന്നാണ് അവരോട് പറഞ്ഞേക്കുന്നത്. പിന്നെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഇറാൻ നേവി മൊത്തം തകർന്ന് പണ്ടാറടങ്ങി, തകർന്ന് കടലിനടിയിലാണ്, അവരുടെ സൈന്യവും തകർന്നു. നേവിയുടെ 158 കപ്പലുകളാണ് അമേരിക്ക മുക്കിയിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാൽ വേറൊരു പുതിയ ട്രെൻഡ് വന്നിരിക്കുന്നത്, ഈ രാജ്യങ്ങളെല്ലാം ഹോർമസ് സ്ട്രൈറ്റ് കൂടി എണ്ണ കടത്തിയിരുന്ന രാജ്യങ്ങൾ, ഇറാനിൽ നിന്ന് എണ്ണ മേടിച്ചിരുന്ന രാജ്യങ്ങൾ, ഇവരെല്ലാവരും അമേരിക്കയുടെ കസ്റ്റമേഴ്സ് ആയിട്ട് മാറാൻ പോവുകയാണ്. അമേരിക്കയുടെ അടുത്ത് നിന്ന് എണ്ണ മേടിക്കാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത്. അപ്പൊ അതനുസരിച്ച് അവരൊരു ഓൾട്ടർനേറ്റ് സീ റൂട്ടും എന്താ പറയാ ഡിറ്റക്ട് കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ യുദ്ധത്തില് അവസാനം നഷ്ടം, ഞാൻ ആദ്യമേ തൊട്ട് പറഞ്ഞില്ലേ, യുദ്ധത്തിൽ വൻ നഷ്ടം നേരിടാൻ പോകുന്നു ഇറാൻ. ഇവര് ഇപ്പൊ ആക്രമിച്ചില്ലെങ്കിൽ ഇതുവരെ ബ്ലോക്കേഡ് മാത്രം മതിയല്ലോ, അവർക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. കപ്പലിനകത്ത് എണ്ണ നിറച്ചാൽ അവിടെ നിൽക്കുള്ളൂ. അതുപോലെ കപ്പല് അവിടേക്ക് എണ്ണ മേടിക്കാൻ പോണ കപ്പൽ ഒന്നും അങ്ങോട്ട് കടത്തി വിടൂല. ഒരു പോർട്ടിലേക്കും, ഇറാനിലെ ഒരു പോർട്ടിലേക്കും കടത്തി വിടാൻ പാടില്ല. ഖർഗ് ഐലൻഡ്സിൽ വരെ അവർക്ക് പോകാൻ പറ്റൂല. അതേ രീതിയിലുള്ള ബ്ലോക്കേഡാണ് ഏർപ്പെട്ടിരിക്കുന്നത്. സെൻട്രൽ കമാൻഡ്, അമേരിക്കയുടെ സെൻട്രൽ കമാൻഡാണ് ഇതിന്റെ മൊത്തം ചാർജ് എടുത്തിരിക്കുന്നത്. വലിയ കഷ്ടമാണ് ഇറാന്റെ കാര്യം. എങ്ങനെയാണെങ്കിലും യുദ്ധം പ്രസിഡന്റ് ട്രംപിന് യുദ്ധം അങ്ങനെ വലിച്ചു നീട്ടണമെന്ന് ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ പ്രശ്നം ഇവര് എൻറിച്ച്ഡ് യുറേനിയം പദ്ധതിയായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ, അതല്ലെങ്കിൽ തന്നെ ഈ പറഞ്ഞ ഭീകരവാദി സംഘടനകൾക്ക് ഹമാസിനെയും ഹെസ്ബുള്ളനെയൊക്കെ അവരാണ്, ഇറാനാണ് ഫൈനാൻസ് ചെയ്യുന്നത്. അത് നിർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ they have to pay the price. Iran has to pay the price എന്നാണ് പറയുന്നത്. ഇതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ്. ഇനിയിപ്പോ നമുക്ക് വൈകുന്നേരം വരെ കാത്തിരിക്കേണ്ടി വരും. 7:30 സംഭവം എന്തൊക്കെയാ നടക്കാൻ പോണത്. യഥാർത്ഥ ആക്ഷൻ 7:00 തുടങ്ങും. ഇനി അതിന് ഇടയ്ക്ക് എന്തെങ്കിലും സംഭവം ഉണ്ടാവോ ഇല്ലെന്ന് അറിയാൻ പാടില്ല. ഇപ്പൊ ഞങ്ങളുടെ അമേരിക്കയിൽ രാത്രി 10 മണിക്ക് 11 മണിക്ക് ആയിട്ടുള്ളൂ. അതെ അതെ, രാവിലെയാണ് അറ്റാക്ക് തുടങ്ങുക. അതെ അതെ, വൈകുന്നേരം 7:00 ഇന്ത്യൻ സമയം, വൈകുന്നേരം 7:00. അവര് നല്ല ശുഭമുഹൂർത്തം നോക്കിയിട്ടായിരിക്കും ബ്ലോക്ക് ഏർപ്പെടുത്താൻ പോണം. അതെ, അമേരിക്കക്കാർക്കും ഉണ്ടല്ലോ ജ്യോതിഷത്തിലൊക്കെ വിശ്വാസം. ജ്യോതിഷം നോക്കിയിട്ട് അവരും ചെയ്യുള്ളൂ. അതെ സാർ, എന്തായാലും അത് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. നമുക്ക് വലിയ പ്രശ്നമാവുന്നു തോന്നുന്നു. കാരണം ഇറാനിന്റെ ഈ ഹോർമസ് സ്ട്രൈറ്റിൽ ബ്ലോക്കേഡ് വരുമ്പോ ഇന്ത്യൻ കപ്പലുകൾക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സാധിക്കില്ല. ഇനി ട്രംപിന്റെ നല്ല മനസ്സിൽ വേണം ഇന്ത്യൻ കപ്പലിനെ കടത്തിവിടാനായിട്ട്. അത് മാത്രമല്ല, അവര് മറ്റേ ടോൾ മേടിക്കുന്ന അനധികൃതമാണ്. അവർക്ക് ടോൾ മേടിക്കാൻ ഒരു അധികാരമില്ല. ഇറാൻ ഇപ്പൊ ചെയ്യുന്ന അഫ്സല് കവലച്ചട്ടമ്പിയുടെ സ്വഭാവമാണ് ഇറാൻ ചെയ്യുന്നത്. വഴി കൂടി പോണവര് കാശ് വിടും. ഈ റൂട്ടിൽ കൂടി പോണെങ്കിൽ എനിക്ക് കാശ് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ടു. അത് എന്തിനാ കൊടുക്കുന്നത്? അന്താരാഷ്ട്ര നിയമത്തിന് ചലഞ്ച് ചെയ്യല്ലേ ഇറാൻ ചെയ്യുന്നത്, ഈ മുള്ളന്മാരും മുക്രിമാരും ഒക്കെ. തീർച്ചയായും. ഓക്കെ, വളരെയധികം നന്ദി സാർ. ഓക്കെ.